ഏക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാന്യരായ വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികളെ, മലങ്കരയുടെ ആദ്യത്തെ പരിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട മഹാപരിശുദ്ധനായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന പരിമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കബറിടത്തിൽ ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ദൈവം അനുവദിച്ചാൽ ദൈവത്തിൻ്റെ വലിയ കരുണയെ ആദ്യമായി മഹത്വപ്പെടുത്തുന്നു. ഒരു പുതിയ ആരാധനാ വർഷത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ആരംഭത്തിൽ സഭയുടെ ശുദ്ധീകരണത്തിൻ്റെയും പ്രതിഷ്ഠയുടെയും 2 ഞായറാഴ്ചകൾ കടന്നുപോയി. ഇനി കർത്താവിൻ്റെ ജനന പെരുന്നാളിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ജനനത്തിന് മുമ്പ് സംഭവിച്ച ഏതാനും കാര്യങ്ങൾ തുടർന്നുള്ള ഓരോ ഞായറാഴ്ചയിലും നമ്മൾ ഓർക്കുകയും ആ സംഭവങ്ങളെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന ഞായറാഴ്ചകളാണ് ഇനി വരുന്നത്. ഇന്ന് സ്കറിയായോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ച. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ മാബ്ദാനായെക്കുറിച്ച് അവൻ ജനിക്കുവാൻ പോകുന്നു എന്ന് ഗബ്രിയേൽ മാലാഖാവിൻ്റെ പിതാവിനെ അറിയിച്ച ദിവസമാണ് സഖറിയ പുരോഹിതനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ച. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ആദ്യ ഭാഗത്താണ് യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത്. 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ. BC, അതായത് കർത്താവിന് മുമ്പുള്ള BC കാലത്തിന്റെ അവസാനം, കർത്താവ് മുതലുള്ളതായ AD എന്ന കണക്കിന്റെ ആദ്യം, ഇത് രണ്ടും കൂടെ സന്ധിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ എല്ലാം നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ധാരാളം പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരെ പല ഗണങ്ങളായിട്ട് തിരിച്ചിരുന്നു. ഏതാണ്ട് 20,000-ഓളം പുരോഹിതന്മാർ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അവിടെ ബലിയർപ്പിക്കുന്നതിനും ധൂപാർപ്പണത്തിനും അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അങ്ങനെ അവസരം ലഭിച്ചയാളാണ് സഖറിയ. അദ്ദേഹം തനിക്ക് ലഭിച്ച അപൂർവ ഭാഗ്യത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട്, അതേസമയം തൻ്റെ സ്വകാര്യ ദുഃഖത്തെ മനസ്സിൽ വെച്ചുകൊണ്ടുമായിരിക്കണം ധൂപം കാട്ടുവാനായിട്ട് പോയത്. തൻ്റെ സ്വകാര്യ ദുഃഖം എന്താണെന്നുള്ളത് നമുക്കറിയാം. അവനും ഭാര്യയ്ക്കും 2 പേർക്കും കൂടെ മക്കളില്ല. വന്ധ്യയാണ് മാതാവ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കണമെന്നതിന് വേണ്ടിയിട്ടുള്ളതായ പ്രാർത്ഥന കാലങ്ങളായി തുടർന്നു വന്നിരുന്നതായിരിക്കണം. കാരണം ഇസ്രായേൽ കുലത്തിൽ, ഇസ്രായേലരുടെ ഇടയിൽ ഒരു സന്താനമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്താൽ ശപിക്കപ്പെട്ടവർ എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ സമൂഹം മുഴുവനും അവരെ പുച്ഛിച്ച് തള്ളുന്നതായ അവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുവാൻ വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന. പക്ഷെ ഇവിടെ 2 പേരും പ്രായാധിക്യത്തിലെത്തി. ഇനി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ളതായ സാധ്യതകളൊന്നുമില്ല എന്ന് വേദപുസ്തകത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരവസ്ഥയിലാണ് വീണ്ടും സ്കറിയായുടെ ഉള്ളിൽ ഈ പ്രാർത്ഥന ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ധൂപാർപ്പണം നടത്തുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സഖറിയായെ അത്ഭുത സ്തബ്ധനാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മാലാഖ അവന് അതിവിശുദ്ധ സ്ഥലത്ത് വെച്ച് പ്രത്യക്ഷപ്പെടുകയാണ്. അവൻ സ്തബ്ധനായിപ്പോയി. ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ളതായ തെളിവാണ് ഈ വായനാഭാഗത്ത് നമ്മൾ കാണുന്നത്. ദൈവം ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇടപെടുകയും അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ പാശ്ചാത്യ ചിന്താഗതി അനുസരിച്ച് ദൈവം ഈ ചരിത്രത്തിൽ കാര്യമായി ഇടപെടുന്നില്ല എന്നാണ്. ദൈവം സൃഷ്ടിയെ മുഴുവനും സൃഷ്ടിച്ചു, അതിന് ചില നിയമങ്ങൾ നൽകി. ആ സൃഷ്ടിക്ക് നൽകിയിട്ടുള്ളതായ നിയമങ്ങൾ അനുസരിച്ച് സ്വയം സൃഷ്ടി മുൻപോട്ട് പോവുകയല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ദൈവം അധികം ഇടപെടുന്നില്ല എന്നുള്ളതാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് തന്നെ കാര്യമായ അത്ഭുതങ്ങളിലൊന്നും പാശ്ചാത്യർ വിശ്വസിക്കുന്നില്ല. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം ദൈവമാണെങ്കിൽ ദൈവം സൃഷ്ടിക്ക് കൊടുത്തതായ നിയമങ്ങളിൽ ഇടപെടുവാനും അത്ഭുതം പ്രവർത്തിക്കുവാനും ദൈവത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഗബ്രിയേൽ മാലാഖ അതാണ് പറയാൻ പോകുന്നത്. നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കുവാനായിട്ട് പോകുന്നു. സൃഷ്ടിയുടെ നിയമങ്ങളനുസരിച്ച് സാധ്യതയുള്ള സംഗതിയല്ല, എന്നിരുന്നാലും അത് സംഭവിക്കുമെന്ന് അനൗൺസ് ചെയ്യുകയാണ്. ഇവിടെ സഖറിയാവിൻ്റെ വിശ്വാസവും വിശ്വസ്തതയുമാണ് ഈ
തെരഞ്ഞെടുപ്പിന് കാരണമായിട്ട് തീരുന്നത്. അവൻ വിശ്വസിച്ചു ദൈവത്തിൽ, അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചു കാണണം. അവന് വിശ്വസ്തതയുണ്ടായിരുന്നു. 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, 3 പ്രാർത്ഥിച്ചു. അത് കഴിയുമ്പോൾ ദൈവം പ്രാർത്ഥിച്ച കാര്യം തരുന്നില്ല എന്ന് കാണുമ്പോൾ നിർത്തിക്കളയുന്നതായിരുന്നില്ല അവന്റെ വിശ്വാസം. 1 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴേക്കും അതിന് മറുപടി ലഭിക്കുന്നത് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ കരം ലഭിച്ചവർ എന്ന് വിശ്വസിക്കുന്നത് തികച്ചും തെറ്റായ സംഗതിയാണ്. അതുപോലെ തന്നെ അനേകം നല്ല സാധനങ്ങൾ നിരത്തി വച്ചിരിക്കുന്ന ഒരു കടയുടെ ഉടമയാണ് ദൈവം എന്നും വിശ്വസിക്കാൻ ഇടവരരുത്. അവിടെ വന്ന് ചോദിക്കുന്ന ആളുകൾക്കെല്ലാം ഇഷ്ടം പോലെ ചോദിക്കുന്നതെല്ലാം എടുത്തു കൊടുക്കുന്ന ഒരു ഷോപ്പ് കീപ്പർ, ഒരു കടക്കാരനല്ല ദൈവം. അവൻ ചില പ്രാർത്ഥനകൾക്ക് ഏസ് എന്ന് പെട്ടെന്ന് മറുപടി കൊടുക്കും, ചിലതിന് കുറെ കാലം കഴിഞ്ഞു കൊടുക്കും, ചിലതിന് ഒരിക്കലും കൊടുക്കുകയില്ല. എന്നാൽ വിശ്വസ്തത എന്ന് പറയുന്നത് അപേക്ഷിക്കുന്ന അപേക്ഷ, യാചന, പ്രാർത്ഥന നിറവേറിയാലും ഇല്ലെങ്കിലും ലഭിച്ചാലും ഇല്ലെങ്കിലും നിരന്തരമായിട്ട് ദൈവത്തോടുള്ളതായ വിശ്വസ്തതയും അവൻ നമ്മെ ഇന്നല്ലെങ്കിൽ നാളെ കാത്തു സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസവുമാണ്. അതാണ് ഇവിടെ സഖറിയായിക്ക് ഉണ്ടായിരുന്നത്. 1 അപേക്ഷിച്ചിട്ട് നിർത്തിക്കളയുന്നത് വിശ്വസ്തതയുമല്ല, വിശ്വാസവുമല്ല എന്നുള്ളത് ഓർക്കുക. രണ്ടാമത്, യോഹന്നാന്റെ ദൗത്യം കർത്താവിന്റെ വരവിന് മുമ്പ് എല്ലാ ആത്മീക തടസ്സങ്ങളും നീക്കുക എന്നുള്ളതായിരുന്നു. ആത്മീകമായിട്ട് ക്ഷയിച്ചിരുന്നതായ യഹൂദ ജനത, അവരോട് അനുതാപം പ്രസംഗിക്കുകയും അനുതാപത്തോടെ ദൈവത്തോട് തിരിഞ്ഞു വരണമെന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും കർത്താവായ യേശുക്രിസ്തു പിന്നാലെ വരുമ്പോൾ അവന്റെ മാർഗം ഒന്നുകൂടെ എളുപ്പമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യോഹന്നാൻ അയക്കപ്പെട്ടത്. കർത്താവിന്റെ ദൂത് സ്വീകരിക്കുവാൻ മനുഷ്യ മനസ്സുകളെ സജ്ജരാക്കുക, ഒരുക്കുക എന്നുള്ളതായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ ദൗത്യം. അവസാനം ദൈവത്തിന്റെ ശബ്ദത്തെ കേട്ടു മനസ്സിലാക്കുവാനായിട്ട് സഖറിയാവിന് സാധിച്ചു. മാലാഖ അരുളി ചെയ്തപ്പോൾ ഒരു നിമിഷത്തേക്ക് അവനൊന്ന് സംശയിച്ചു. ഇതെങ്ങനെ സംഭവിക്കും? മാലാഖയെ ചോദ്യം ചെയ്തു. ആ സംശയത്തിനുള്ളതായ ശിക്ഷ അവന് ലഭിക്കുകയും ചെയ്തു. നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്നത് ദൈവത്തിന്റെ ശബ്ദവും പിശാചിന്റെ ശബ്ദവും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ലോകം വിവിധ തരത്തിലുള്ളതായ ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമാണ്. അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഇതിലേ വരിക, നിങ്ങൾക്കത് തരാം, ഇത് തരാം, ഇവിടെ പെട്ടെന്ന് രക്ഷ ലഭിക്കും, അവിടെ പെട്ടെന്ന് രക്ഷ ലഭിക്കും. ഇങ്ങനെ അനേകം ശബ്ദങ്ങൾ നമ്മുടെ കർണങ്ങളിൽ വന്ന് പതിച്ചിട്ട് ഇതിലേതാണ് ശരിയായ ദൈവിക ശബ്ദം, ഏതാണ് പിശാചിന്റെ ശബ്ദമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി പോകുന്നു. എന്നാൽ അവിടെ ശബ്ദമുഖരിതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സഖറിയ ഒരു നിമിഷ നേരത്തേക്ക് സംശയിച്ചു എങ്കിലും പിന്നീട് അവനിൽ വിശ്വാസം വന്നു ചേർന്ന് കാണണം തീർച്ചയായിട്ടും. കാരണം മാലാഖ കൽപ്പിച്ചു, നീ ഈ പറഞ്ഞതെല്ലാം സംഭവിക്കുന്നത് വരെ മൗനിയായിരിക്കും. അവന്റെ നാവിന് ബന്ധനം വീഴ്ന്നു. അത് വന്നപ്പോൾ അവൻ മനസ്സിലാക്കി കാണും, ഇത് ശരിയായിട്ടും ദൈവത്തിന്റെ മാലാഖയാണ്, അവൻ പറഞ്ഞതെല്ലാം നടക്കുവാൻ പോകുന്നു എന്നുള്ളത്. ഏതായിരുന്നാലും അവയെല്ലാം സംഭവിക്കുവോളം മൗനിയായി സഖറിയായിക്ക് ഇരിക്കേണ്ടി വന്നു. ഈ ഭാഗത്ത് നിന്ന് 1-2 കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ പ്രസ്താവിച്ചു കഴിഞ്ഞത് ഒന്ന് മനസ്സിലാക്കുവാൻ അക്കമിട്ട് നമുക്കൊന്ന് നോക്കാം. 1, ദൈവം അത്ഭുതം പ്രവർത്തിക്കും, സംശയമില്ല. അത് എപ്പോഴെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമില്ല. എങ്ങനെയുള്ളത് എന്നതിനെക്കുറിച്ചും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നിരന്തരമായി ഒരു ജീവിതകാലം മുഴുവനും ദൈവത്തോട് അപേക്ഷിച്ചിട്ട് അതിന്റെ അവസാനമാണ് അവരുടെ നിന്ന മാറിക്കിട്ടുവാൻ തക്കവണ്ണം അവർക്കൊരു പൈതലിനെ ദൈവം കൊടുക്കുവാനായിട്ട് നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളൊക്കെ പലതരം പ്രയാസങ്ങൾ കൊണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സന്നിധിയിലേക്കും ദൈവസന്നിധിയിലേക്കും കടന്നു വരുന്നവരാണ്. അവിടെ അപേക്ഷിക്കുന്ന യാചന പെട്ടെന്ന് കിട്ടിയാൽ മാത്രമേ അത് ഫലപ്രദമാകുന്നു എന്ന് വിശ്വസിക്കുവാൻ ഇടവരരുത്. ചിലപ്പോൾ നാളുകളെടുത്തേക്കാം, വർഷങ്ങളെടുത്തേക്കാം. എന്നാലും നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ദൈവം നല്ല ദാനങ്ങൾ മാത്രമേ നമുക്ക് തരികയുള്ളൂ എന്നുള്ളത് ഓർക്കണം. ആവശ്യമില്ലാത്ത ദാനങ്ങളെക്കുറിച്ച് യാചിച്ചാൽ പരിമല തിരുമേനിയും തരില്ല, ദൈവവും തരില്ല, ആരും തരില്ല. നമുക്ക് നല്ലതും നമുക്ക് ഉചിതവും ഉതകുന്നതും എന്ന് തോന്നുന്നത് ദൈവം നമുക്ക് തരുന്ന കാലത്ത് അതിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം
കാത്തിരുന്ന് വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. പിന്നീട് ബലഹീനതയിൽ സഹായിക്കുന്നവനാണ് ദൈവം. സ്കറിയായുടെ ബലഹീനത, അവന് വയസ്സായിട്ടും പ്രായമായിട്ടും അവൻ്റെ ചാർച്ചക്കാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാം അവനെ ആക്ഷേപിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ ബലഹീനനായിരുന്നപ്പോൾ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവൻ്റെ പ്രാർത്ഥന കേട്ടവനായ ദൈവം നമ്മുടെയും പ്രാർത്ഥന കേൾക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവിനെ വഴിയൊഴുക്കുവാൻ വന്നതായ യോഹന്നാൻ, അവൻ ഒരു പ്രകാശമാണ് ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. ആ പ്രകാശം നമ്മിൽ നിന്നും മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടയാകണം. നമ്മളെല്ലാം വിശുദ്ധ മാമോദിസ സ്വീകരിച്ച് കർത്താവിൻ്റെ മക്കളായി തീർന്ന് ക്രിസ്ത്യാനികളായി തീർന്ന ആളുകളാണ്. യോഹന്നാനെ പോലെ ദൈവത്തിങ്കിലേക്ക് എല്ലാവരും തിരിയുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യം അതാണ്. യോഹന്നാൻ എന്തിനു വേണ്ടി വന്നു? കർത്താവിങ്കിലേക്ക് എല്ലാവരെയും തിരിപ്പിക്കുവാൻ, മനുഷ്യരുടെ മനസ്സുകളെ അനുതാപത്താൽ നിറയ്ക്കുവാൻ. ഇന്ന് ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും പലപ്പോഴും എൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കാറുള്ളൂ, അല്ലേ? പരിമല തിരുമേനോട് യാചിക്കുമ്പോഴും എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് ഇന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ യാചിച്ചേക്കാം, എന്നാലും മുഴച്ചു നിൽക്കുന്ന പലപ്പോഴും എൻ്റെ കാര്യമായിരിക്കാം. എന്നാൽ അതല്ല, സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സകല ജനത്തെയും ദൈവത്തിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം നമ്മിൽ ലഭിച്ചതായ പ്രകാശത്തിൻ്റെ അംശം എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. അത് നമ്മുടെ പെരുമാറ്റം കൊണ്ടാകാം, നമ്മുടെ വചനം കൊണ്ടാകാം, വിവിധ തരത്തിലാകാം. സക്കറിയായോടുള്ള വചനത്തിൻ്റെ ഈ ദിവസത്തിൽ ഈ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വചനങ്ങൾ അവസാനിപ്പിക്കുന്നു. കേട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വളരുന്നതിനും ഫലം പുറപ്പെടുവിക്കുന്നതിനും ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.